ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 149/2025 ചോദിച്ച PYQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ളത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ശരിയായ കാലഗണന ഏതാണ്? ശരിയായ കാലഗണന എന്ന് പറയുന്നത് സി ആണ്. ആറ്റിങ്ങൽ കലാപം, കുളച്ചി യുദ്ധം, തൃപ്പടിദാനം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. നിഴത്താങ്കലുകൾ എന്ന് പറയുന്നത് നിഴത്താങ്കലുകൾ വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇൽബോട്ട് ബിൽ വിവാദമാണ് നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടത് ചൗരി ചൗര സംഭവം, ബേസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ബി ആണ് ആൻസർ. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഏത് എന്ന് പറയുന്ന വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. വി രാമസ്വാമി നായിക സമരത്തെ പിന്തുണച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പ്രദേശത്തെ എവിടെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഗ്രീൻലാൻഡ്. വിവിധതരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ വിവിധതരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്, 1ഉം 2ഉമാണ്. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. അപ്പോൾ ശൈലവൃഷ്ടി എന്താണ്? പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്കുയർന്ന് കനിഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങൾ അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുകയാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസറായിട്ട് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ്. അതായത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നു പോകുന്നു. അപ്പോൾ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്ത പ്രസ്താവന ശരിയായത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടന്നു പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 1, 2 എന്നിവയല്ല, 1, 2, 3ഉം. അതായത് ഒരു വസ്തുവിനെയോ പ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് ഏത് എന്ന് വെച്ചാൽ 1ഉം 2ഉം 3ഉമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും ക്യാമ്പിനും ഇടയിൽ മാൻഡിസ് സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡിസ് സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയെ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ബി ആണ് ആൻസർ, 1ഉം 2ഉമാണ്.
അതായത് ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ മോണ്ടേക് സിംഗ് അലുവാലിയ ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തരമഹാസമതലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഉത്തരമഹാസമതലത്തിൻ്റെ പ്രത്യേകതകൾ 1ഉം 2ഉമാണ്. ഇന്ത്യയുടെ ധാനിപുര ലോകത്തിൻ്റെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഉത്തരമഹാസമതലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ധാനിപുര ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ, പരുത്തിത്തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപമുള്ളവർക്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയിലെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉമാണ്. പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, 1ഉം 3ഉം ആണ്. 2014 ഭാരത് സർക്കാർ തുടങ്ങിയ സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. 2025 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ബില്ല് പരിഗണിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ജഗദാംബിക പാലാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, 106 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള പ്രസ്താവന എല്ലാം ശരിയാണ്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർ വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് എഴുതുകാനാണ് ചോദിച്ചത്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ട പൗരന് കോടതിയെ സമീപിക്കാവുന്നത് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കോടതിയെ സമീപിക്കാൻ നമുക്ക് കഴിയില്ല, ന്യായവാദമല്ല. നിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശ തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശ തത്വങ്ങൾ സാമ്പത്തിക സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകുന്നു. ഇത് 3ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി, സംസ്ഥാന ലിസ്റ്റ്, മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റ്, വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള 2ഉം 4ഉമാണ്. 2, 4 ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അനന്യം പദ്ധതി. കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ശരിയായത് ഏതാണ്? 2, 3, 4 ആണ്. ഉപരിതല ജലം,
സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബദ്ധ ബില്ല് ഉൾപ്പെടാത്തത് ഏത്? ബദ്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഉൾപ്പെടാത്തത് ആൻസർ എന്ന് പറയുന്നത് ഉൾപ്പെടാത്തത് മിച്ചഭൂമിയിലെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക എന്നതാണ് ഉൾപ്പെടാത്തത്. കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആര്? ആരാണ്? ആൻസർ രവാഡ A ചന്ദ്രശേഖർ ആണ്. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെന്നിഫർ എഡ്വേർഡ്സ് എന്നീ ശാസ്ത്രജ്ഞർക്ക് രസായന നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ആൻസർ CRISPR-Cas9 ആണ്. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിക്കുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ ബഗുകളാണ്. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേര് എന്താണ്? ലൈസോസൈം ആണ്. നോസിസ്പെക്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ എന്ന് പറയുന്നത് വേദനയാണ്. താഴെ തന്നിരിക്കുന്ന DNA ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ യുറാസിൻ ആണ്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29-നാണ്. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ്? ആൻസർ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. RBCയിലെ വർണ്ണകം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6-ഉം ഫോക്കസ് ദൂരം F-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ആൻസർ F=R/2 ആണ്. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ആൻസർ 0 ആണ്. മനുഷ്യന് ശ്രവണ സാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നത് എത്രയാണ് എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? B ആണ്. 20 Hz മുതൽ 20,000 Hz വരെ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് B ആണ്, ശിവശക്തി. അപ്പാർ ഐഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏത് എന്ന് വെച്ചു. ശരിയായിട്ടുള്ളത് A ആണ്, ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻസ് ID. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ള പ്രസ്താവന C ആണ്. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപങ്ങളാണ്. പ്രകൃതിദത്തമായ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. സ്നേഹമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ C ആണ്. ഉത്കൃഷ്ടവാതകം 2ഉം 4ഉമാണ്. അതായത് ഹീലിയവും നിയോണുമാണ്. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായിട്ടുള്ളത് ഏതാണ്? തെറ്റായിട്ടുള്ളത് D ആണ്. ശരിയായിട്ടുള്ളത് ABC ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. താഴെ കൊടുത്തിരിക്കുന്ന അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? 2ഉം 4ഉമാണ്. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ്. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ്. ഏതൊക്കെ? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏത് എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ളത് A ആണ് ആൻസറായിട്ട് വരുന്നത്. 1ഉം 2ഉമാണ്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്?
ആൻസർ എന്ന് പറയുന്നത് സി ആണ്, എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, നീലക്കുയിലാണ്. വരിക വരിക സഹചരെ സഹനസമരമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്ന ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തം ഏതാണ്? കുച്ചിപ്പൊടി. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഭീമസേനൻ. 2021 ഏകദിന ലോക ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഇന്ത്യ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഏത് എന്ന് പറയുന്നത് ബി ആണ്, QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് ഏത് എന്ന് പറയുന്നത് മൊസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളും വിലാസം സംഭരിക്കുന്നു ഏതാണ്? ആൻസർ ബി ആണ്, ഹബ്ബ് ആണ്. ഒരു വെബ് പേജ് സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു HTML ടാഗ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ മർക്യൂ ആണ്. കേരളത്തെ ഭൂമിശാസ്ത്രപരമായ സൂചനാ ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ആൻസർ കണ്ണാടിപ്പായയാണ്. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയും സിയുമാണ്. അതായത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റും അതേപോലെ തന്നെ ലോക്കൽ പോലീസിനും. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗികബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റം ആയി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സെക്ഷൻ 497 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്, ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ പരമാവധി എണ്ണം എത്രയാണ്? ആൻസർ 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ് പിന്തുണയോടുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരി ഉത്തരവാദിയാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്, കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നിയമിക്കപ്പെട്ട സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ്? സി ആണ്, ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടികൾ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്